ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ അച്ഛൻ വീട്ടിൽ ഗരുഡൻ തൂക്കമാണിന്ന്. അപ്പം അണ്ണനാണ് നടത്തുന്നത്, വിനീഷണ്ണൻ. ഇതാണ് വിനീഷണ്ണൻ, കുഞ്ചും കിച്ചൻ്റെ ഒക്കെ. പിന്നെ 2 ദിവസമായിട്ട് നമ്മൾ അവിടെ തന്നെയാണ്. അണ്ണൻ കഴിഞ്ഞ ദിവസമാണ് വന്നത്. അപ്പം ഇവിടെ ചാടുന്ന ഈ വണ്ടിക്ക് പറയുന്നത് അതൊക്കെ ശരിയാക്കിയത് കണ്ണനും മാമനും എല്ലാവരും കൂടെയാണ്. ഈ പൊക്കത്തിങ്ങനെ മറ്റേ തീ വരും ഗൈസ്, അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. പിന്നെ മെയിൻ ഗസ്റ്റായിട്ട് ഒരാൾ വന്നു, നമ്മുടെ ഉദാച്ചൻ, ഞങ്ങളുടെ വെല്ലിച്ചൻ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഉദാച്ചനെ കാണുന്നത്. ഒന്ന് അടുത്ത് നിന്ന് മിണ്ടുന്ന വരെ ഒത്തിരി നാൾക്ക് ശേഷമാണ്, വർഷങ്ങളായിട്ടോ സത്യത്തിൽ. അപ്പോൾ ഉദാച്ചൻ പറയാൻ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അപ്പം വീഡിയോ എടുത്ത് എന്നെയും കൂടെ ഒക്കെ ഒന്ന് എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ആക്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നേ ഈ കാണിക്കുന്നതൊക്കെ. അപ്പം സുധിച്ചേട്ടനൊന്നും കണ്ടിട്ടില്ലായിരുന്നു, അപ്പം അവരോടൊക്കെ മിണ്ടുമായിരുന്നു. അങ്ങനെ നമ്മുടെ തൂക്കം അങ്ങനെ തുടങ്ങി. ഇങ്ങനെയാണ് ഗരുഡൻ ഇങ്ങനെ വീടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരും. ഇതൊക്കെയാണ് ചടങ്ങ്. ചേച്ചിക്കും അണ്ണനും ഒക്കെ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കും. അങ്ങനെ അവരുടെയൊക്കെ കാലൊക്കെ തൊട്ടെഴുതിച്ചാണ് തുടങ്ങുന്നത്. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാലിലൊക്കെ ഇങ്ങനെ തൊടുവും, വെളിച്ചൻ്റെ കാലിലും അങ്ങനെ അങ്ങനെ അനുഗ്രഹമൊക്കെ ഇങ്ങനെ മേടിയും കേസ്. എനിക്ക് ഈ ഗരുഡൻ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കറിയത്തില്ല, ചുണ്ടും ആ കണ്ണൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം മിന്നുവിൻ്റെ അടുത്ത് വന്നപ്പം മിന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ കാണുന്നത്. വേറെ ആർക്കും പേടിയില്ല. ഞാൻ മിന്നു കരഞ്ഞ കണ്ടപ്പോൾ ഞാൻ പുറകെ കൂടെ ഓടി. എനിക്കത്ര പേടിയാണ്. ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത്രയും തന്നെ എനിക്ക് പേടിയുണ്ട്. ഇത് മെയിനായിട്ട് നടത്തുന്ന എന്തെങ്കിലും വഴിപാട് ആ രീതിയിലാണ് ഇത് നടത്തുന്നത് ഓരോരുത്തരുടെ വീട്ടിൽ. എൻ്റെ വീട്ടിൽ പണ്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ വെല്ലിച്ചൻ്റെ വീട്ടിലായിരിക്കും മിക്കപ്പോഴും. കുഞ്ഞിക്കൊന്നും പേടിയില്ല. ഇങ്ങനെ പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്ത് എനിക്കിത് ഈ സൈഡിൽ പോലും നിൽക്കാൻ എനിക്ക് പേടിതാ. ഇത് വേറെ ആരോണ്ടൊക്കെയാണ് വീഡിയോ തന്നെ എടുത്തത്. അപ്പോൾ ഈ ഗരുഡൻ ഇടയ്ക്ക് ഞങ്ങൾ നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ മിന്നിനെ നന്നായിട്ട് അറിയാം, ഞങ്ങൾക്ക് അനുഗ്രഹം തരാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾക്ക് പേടിയുണ്ട്. ആ ഗരുഡൻ അടുത്തേക്കേ വന്നില്ല പിന്നെ. അപ്പോൾ ഈ ചാടിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്കിങ്ങനെ കോഴിയുടെ ബ്ലഡ് എടുത്ത് തൊടും, അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ട് കേസ്. പിന്നെ ലാസ്റ്റ് നമ്മളിങ്ങനെ നടന്ന് എളങ്കാവിൽ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ഗരുഡനും അവിടെ വരും. അപ്പം വൈബായിട്ട് ഇങ്ങനെ ഡാൻസും കൊട്ടും പാട്ടും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെയാണ് പോകുന്നത്. നല്ല രസമാണ്. പടക്കമൊക്കെ പൊട്ടിച്ചും ഈ പോപ്പറൊക്കെ പൊട്ടിച്ചും അടിപൊളിയായിരുന്നു ഗൈസ്. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ലാസ്റ്റ് ഇതുപോലെ നടന്നു പോകുമ്പോൾ ഉള്ള വൈബ് ഉണ്ടല്ലോ, അടിപൊളിയാണ് ഗൈസ്. ഇതുപോലെയൊക്കെ എല്ലാ ഗരുഡൻ എവിടെയൊക്കെ ഗരുഡൻ തൂക്കലുണ്ടോ അതെല്ലാം എളങ്കാവ് അമ്പലത്തിൽ രാത്രി ഇങ്ങനെ വരും. എന്നിട്ട് അതെല്ലാം ഒരുമിച്ച് എല്ലാ ഗരുഡനും പയറ്റും അവിടെ നിന്നുണ്ട്, ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട്. അതുമൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് തന്നെ. ലാസ്റ്റ് ദേവിയുടെ മുമ്പിൽ എന്തോ